ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചേട്ടൻ്റെ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഒരു ഹോം ടൂറും പിന്നെ അവിടുത്തെ കുറേ കൊച്ചു കൊച്ചു വിശേഷങ്ങളും രാത്രി ഭക്ഷണമൊക്കെ അവിടെ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചക്കയെല്ലാം വെട്ടിക്കയറിയപ്പോഴാണ് വിചാരിച്ചു ഇന്ന് അവിടെ കൂടാമെന്ന് വിചാരിച്ചത്. ചക്കയൊക്കെ വേവിച്ച് പിന്നെ നമുക്ക് ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം അരിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ചക്കയൊക്കെ അരിഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഞങ്ങളുടെ കുടുംബാമ്പലമാണ് ഇത്. അപ്പോൾ അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ. ഇതൊക്കെ അമ്മയുടെയാണ് കൃഷിയൊക്കെ, ജാതി അങ്ങനെയൊക്കെ ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ മുൻഭാഗമാണ് ഇതെല്ലാം. അവിടെ ചെന്ന് ഞങ്ങളിനി സവാളയൊക്കെ പൊളിക്കാമെന്ന് വിചാരിച്ച് എല്ലാം അരിഞ്ഞു കൊടുക്കാം. ബാക്കി കുക്കിങ്ങൊക്കെ അവരങ്ങ് ചെയ്തോളും. അങ്ങനെ ഞാനും ചേട്ടൻ്റെ മോളും കൂടെ സവാളയൊക്കെ പൊളിക്കുകയാണ്. സവാളയും ഇഞ്ചിയൊക്കെ എല്ലാം ഞങ്ങളെല്ലാം പൊളിച്ച് അരിഞ്ഞു കൊടുത്തു. കുക്കിങ്ങൊക്കെ ചേട്ടനും ചേച്ചിയും അമ്മയും കൂടെയാണ്. അപ്പോഴത്തേക്കും ചേച്ചി സന്ധ്യയായി വിളക്കൊക്കെ കത്തിച്ച് അവിടെ പൂജാമുറിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 3 പേരും കൂടെ ഒന്ന് കടയിലോട്ട് പോയി. കുട്ടികൾക്ക് ലേസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പോയി അവരുടെ കൂടെ. അപ്പോൾ മഴയൊക്കെ അല്ലേ, വെള്ളമൊക്കെ ഉണ്ടോ കണ്ടത്തിലൊക്കെ, അങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ കുറേയൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കങ്ങ് വെള്ളമായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഈ കടയുടെ അപ്പുറത്തൊക്കെ കുറച്ചെടുത്തൊക്കെ വെള്ളം നിൽപ്പുണ്ട്. അപ്പോൾ അടുത്തുള്ള കടയാണ്, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. നല്ല രസം. അവിടെയൊക്കെ കുറച്ച് നാളായി ഞാൻ ആ വഴിയൊക്കെ നടന്ന് പോയിട്ട് തന്നെ. അങ്ങനെയുള്ള കടയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുമാർക്ക് ലേസ് വേണമെന്നാണ് പറഞ്ഞത്. മറ്റേ കിഴങ്ങിൻ്റെ ലേസ് ഉണ്ടല്ലോ, കുർക്കുറിയൊന്നും അങ്ങനെ ഞങ്ങൾ മേടിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ ലേസ് മേടിച്ച് പിന്നെ കുറച്ച് ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതേ ലേസ് മേടിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ചിക്കൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ചക്കയെല്ലാം അമ്മയെല്ലാം വേവിച്ച് അതെല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ചിക്കനുള്ളതല്ല. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി ഇന്ന് ചേട്ടൻ്റെ സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് കുക്കിങ്ങൊക്കെ ചേട്ടനാകാമെന്ന് വെച്ചു. അതുകൊണ്ട് ആരെയും അങ്ങോട്ട് അമ്മയോടൊക്കെ പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടനാണ് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അമ്മയായിരുന്നു ചക്കയൊക്കെ വേവിച്ചത്. ഞാനിവിടുന്ന് അരിഞ്ഞു കൊണ്ടുപോയത് കൊണ്ട് അമ്മ അതെല്ലാം പെട്ടെന്ന് ഞാനെല്ലാം റെഡിയാക്കി. അപ്പോൾ ചേട്ടൻ്റെയാണ് ചിക്കൻ കറി സ്പെഷ്യൽ ഇന്നത്തെ. ഇടയ്ക്ക് ചേച്ചിയും വന്നിട്ടുണ്ട് സഹായിക്കാനായിട്ടൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അംഗമാണ് മണിയന്. ആരും എന്നാലും ഓടിച്ചെല്ലും, പക്ഷെ ആരും ചെയ്യത്തൊന്നുമില്ല. എല്ലാവരുടെയും കാലയിലൊക്കെ വന്ന് പിടിക്കും. അമ്മയെ ഭയങ്കര പേടിയാണ്. അമ്മ വിളിക്കുമ്പോഴേ അവൻ ഓടി കൂട്ടിപ്പോവും. അങ്ങനെ അവനെ കൂട്ടിക്കയറ്റി ഞങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഇലയൊക്കെ ഇട്ട് ഞാനും ചേച്ചിയും എല്ലാവർക്കും എല്ലാം വിളമ്പാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കയും എല്ലാവർക്കും വിളമ്പി. പിന്നെ ചിക്കൻ കറി, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ തക്കാളിക്ക കറി, അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇന്ന് ഒരു വാഴയിലക്കകത്തല്ല, ഞങ്ങളെല്ലാവരും പ്രത്യേകം വാഴയില വെട്ടി ഇത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ എല്ലാം കഴിച്ച് സന്തോഷം. അമ്മ മുകളിലായിരുന്നു. അമ്മയ്ക്ക് ആർക്കും താഴെ ഇരിക്കാൻ വയ്യ. പിന്നെ ഇത്രയും പേര് എല്ലാം കൂടി ഇരിക്കണോണ്ട് ഞങ്ങളെല്ലാം അതൊരു രസമല്ലേ. അങ്ങനെ ചേട്ടൻ്റെ വീട്ടിൽ പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.